വർഷങ്ങൾക്ക് മുൻപ് 2017 ഫെബ്രുവരി 17 ഒരു രാത്രി. ആ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കേരളം മുഴുവൻ ഒന്നടങ്കം ഞെട്ടലോടെയായിരുന്നു ആ വാർത്തയെ സ്വീകരിച്ചത്. നമ്മുടെ മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അതും സഹപ്രവർത്തകനായ മലയാള സിനിമയിൽ തന്നെ മറ്റൊരു മുൻനിര നടന്റെ ആവശ്യപ്രകാരം. അന്നത്തെ ആ ന്യൂസ് പുറംലോകം അറിഞ്ഞത് ഇങ്ങനെയായിരുന്നു. മലയാള സിനിമയിലെ ജനപ്രിയ നടൻ ദിലീപ് മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കൊട്ടേഷൻ നൽകി നടിയുടെ കാറിൽ കയറി ശാരീരികമായി ആക്രമിച്ചിരിക്കുന്നത്. പിന്നെ അത് കേസായി, ചോദ്യം ചെയ്യലായി, വിചാരണകളായി, ചർച്ചകളായി. അങ്ങനെ മൊത്തം മീഡിയയും കൂടെ ഇത് മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. ഈ ദിലീപും നടിയും തമ്മിലുള്ള മുൻ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ദിലീപാണ് ഇതിന് പിന്നിലെന്ന് തെളിയിക്കാൻ പോലീസിനെ സഹായിച്ചത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. നടിയെ പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി അടക്കം 9 പ്രതികളാണ് അന്ന് വിചാരണ നേരിട്ടത്. കേസിൽ പിന്നീട് 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാവുന്നത്. പിന്നീട് ഒക്ടോബറിൽ ഉപാധികളോടെ ജാമ്യം ലഭിച്ചു. എന്നാൽ 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ആദ്യം 7 പ്രതികളുണ്ടായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. 2019 കേസിൽ വിചാരണ നടപടി തുടങ്ങുന്നത്. 261 സാക്ഷികളെ വരെ വിസ്തരിച്ച കോടതി 1700 രേഖകളോളം അന്ന് പരിഗണിച്ചിരുന്നു. ഇതെല്ലാം ഇന്ന് കേരളത്തിൽ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സംഭവം നടന്ന 8 വർഷങ്ങൾക്കിടയിൽ ദിലീപ് എന്ന നടൻ മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു നെഗറ്റീവ് ക്യാരക്ടറായി മാറി. ഇതിനിടയിൽ ഒരു കല്യാണം കൂടെ കഴിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വർഷങ്ങൾക്കിടയിൽ പഴയ പ്രതാപം വീണ്ടും പിടിക്കാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും അങ്ങോട്ട് ഏറ്റില്ല. എന്തു ചെയ്താലും കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ വരെ ദിലീപിനെതിരെ മൊഴി പറഞ്ഞിരുന്നു. അമ്മയിൽ നിന്ന് വരെ പുറത്തായി. പിന്നെ എങ്ങനെയാണല്ലേ വീണ്ടും മലയാള സിനിമയിലും മലയാളി പ്രേക്ഷകർക്കിടയിലും പഴയ ഒരു പ്രതാപം പിടിച്ചുപറ്റാൻ കഴിയുക? മാത്രമല്ല ഈ 8 വർഷത്തിനിടയിൽ കാലം മാറി, മലയാള സിനിമ തന്നെ അടിമുടി മാറി. എന്തിനു പറയുന്നു, മലയാളി പ്രേക്ഷകർ വരെ മാറിയല്ലേ. പടം നല്ലതാണെങ്കിൽ മാത്രം തിയേറ്ററിൽ ഇപ്പോൾ ആള് കയറുന്നുള്ളൂ. നടനെ നോക്കി സിനിമയ്ക്ക് പോകുന്ന കാലമൊക്കെ പണ്ടേ മാറി. പക്ഷെ ദിലീപ് അപ്പോഴും തന്നെ പഴയ നമ്പറൊക്കെ പിടിച്ച് അവിടെ തന്നെ നിന്നുപോയി. പഴയ നമ്പർ കൊണ്ട് ഇന്നത്തെ പിള്ളേരുടെ അടുത്ത് പോയാൽ വല്ലതും നടക്കോ? പടം 8 നിലയിൽ പൊട്ടാൻ തുടങ്ങി. ഈ പൊട്ടിയ പടങ്ങളുടെ ലിസ്റ്റ് 2ആയി 3ആയി അങ്ങനെ കൂടി വന്നു. ഇതിനിടയിൽ മലയാളി പ്രേക്ഷകരുടെ കയ്യിലെടുക്കാൻ പല അടവും ദിലീപ് പയറ്റി നോക്കിയിരുന്നു. റിയാലിറ്റി ഷോകളിൽ പോയി നോക്കി, ഇന്റർവ്യൂകളിൽ സെന്റിമെന്റൽ ഡയലോഗുകൾ കൊടുത്തു നോക്കി, ഫാമിലിയെ വരെ ഇറക്കി നോക്കി. ഒന്നും കാര്യമുണ്ടായില്ല. അങ്ങനെ 2025 ഈ വർഷം കഴിയാറാവുമ്പോൾ മറ്റൊരു അളവ് കൂടെ പരീക്ഷിക്കാമെന്ന് കരുതി ദിലീപ് ഇറക്കാൻ വെച്ചിരിക്കുന്ന ഒരു സിനിമയുണ്ട്, ബബ്ബബ്ബ. ഭയം, ഭക്തി, ബഹുമാനം എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ ബബ്ബബ്ബ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു അടവാണെന്ന് പറയാൻ കാര്യമുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസനൊക്കെയുള്ള ഒരു മാസ് എന്റർടൈനർ കോമഡി മൂവി ആയിട്ടാണ് ഈ പടം എത്തുന്നത്. ക്യാമിയോയെ മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ കൂടെ എത്തുന്നതോടെ ഇതിന്റെ ഫുൾ റേഞ്ച് അങ്ങ് മാറുകയാണ്. അതിനെല്ലാം ഉപരി തമിഴ്നടൻ വിജയുടെ ഗില്ലി സിനിമയുടെ റെഫറൻസും പോരെ. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അടവ്. വിജയ് ഫാൻസിനെയും മോഹൻലാൽ ഫാൻസിനെയും വരെ തിയേറ്ററിൽ കയറ്റാനുള്ള ഒരു പ്ലാൻ അല്ലേ ഇത്? ഡിസംബർ 18 എന്തായാലും സിനിമ റിലീസിനെത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ ദിലീപിന്റെ ആ പ്ലാനും അസ്ഥാനത്താവുമെന്നാണ് തോന്നുന്നത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധി ഈ മാസം, അതായത് ഡിസംബർ 8 വരുന്നത്. രണ്ടും കൂടെ ഇനി എന്താവുമെന്നാണ് കണ്ടറിയേണ്ടത്. ഇതിൻ്റെ ഇടയിൽ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിയെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. കേസ് സിനിമയെ ബാധിക്കുമോ എന്നൊരു ചോദ്യമില്ല. എന്തായാലും ബാധിക്കുമല്ലേ, നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, വിധി ഇനി ദിലീപിന് അനുകൂലമാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേരൊഴികെ ബാക്കി എല്ലാവരും അസ്വസ്ഥരാകും നമ്മുടെ കേരളത്തിൽ. ഇനി വിധി നടിക്ക് അനുകൂലമാണെങ്കിലോ, 8 വർഷം നീണ്ട 8 വർഷം ആ നടി ഉൾപ്പെടെ അവർക്ക് വേണ്ടി നിലകൊണ്ട മറ്റെല്ലാവരുടെയും കൂടെ ഒരു പോരാട്ടത്തിന്റെ വിജയമായിരിക്കും അത്. എന്തായാലും ഡിസംബർ 8 എന്നൊരു ഡേറ്റ് ദിലീപിനൊപ്പം തന്നെ കേരളത്തിലുള്ള മുഴുവൻ മലയാളികൾക്കും നിർണായക ദിവസം തന്നെയാണല്ലേ.